ചീഫ് ജസ്റ്റിസ് ഡി.വൈ. ചന്ദ്രചൂഡിന്റെ ഭാര്യയ്ക്കെതിരായ വ്യാജ പ്രചാരണത്തിൽ കടുത്ത മുന്നറിയിപ്പുമായി ബംഗാൾ പോലീസ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ വ്യാജ പ്രചാരണം നടത്തുന്നത് കുറ്റകരമാണെന്ന് ബംഗാൾ പോലീസ്. ജുഡീഷ്യറിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ്. ബംഗാൾ ആരോഗ്യവകുപ്പിനെ സ്വാധീനിക്കുന്ന ഉത്തര ബംഗാൾ ലോബിയുമായി ചന്ദ്രചൂഡിന്റെ ഭാര്യയ്ക്ക് ബന്ധമുണ്ടെന്ന വാട്സ്ആപ്പ് സന്ദേശമാണ് പ്രചരിച്ചത്. ബി ബാലഗോപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബാലു, എന്താണ് ഈ പ്രചാരണത്തിന്റെ അടിസ്ഥാനം? എന്ത് നടപടിയിലേക്ക് കടക്കും, നിയമ നടപടിയിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി.വൈ. ചന്ദ്രചൂഡിന്റെ ഭാര്യ കൽപ്പനാദാസ് ചന്ദ്രചൂഡിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് ബംഗാൾ പോലീസ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഈ വ്യാജ പ്രചാരണം നടത്തുന്നത് കുറ്റകരമാണെന്നും ജുഡീഷ്യറി അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി ഉണ്ടാകുമെന്നും ബംഗാൾ പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ബംഗാൾ ആരോഗ്യവകുപ്പിനെ സ്വാധീനിക്കുന്ന ഉത്തര ബംഗാൾ ലോബിയുമായി ചന്ദ്രചൂഡിന്റെ ഭാര്യയ്ക്ക് ബന്ധമുണ്ടെന്ന വാട്സപ്പ് സന്ദേശമാണ് ഈ പ്രചരിച്ചത്. അതായത് ഉത്തര ബംഗാൾ ലോബി തലവൻ എന്നറിയപ്പെടുന്ന ശ്യാമപാദ ദാസുമായി ചന്ദ്രചൂഡിന്റെ ഭാര്യ കൽപ്പനാദാസ് ചന്ദ്രചൂഡിന് ബന്ധമുണ്ട് എന്ന പോസ്റ്റുകളായിരുന്നു ഈ പ്രചരിച്ചിരുന്നത്. സിലിഗുഡിയിലെ നോർത്ത് ബംഗാൾ മെഡിക്കൽ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയാണ് ഈ ഉത്തര ബംഗാൾ ലോബി എന്ന് അറിയപ്പെടുന്നത്. കൊൽക്കത്തയിലെ ആർ.ജി. കർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു സന്ദേശം പ്രചരിച്ചിരുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഈ കേസ് പരിഗണിക്കേണ്ടതായിരുന്നു. പക്ഷെ അന്ന് ചീഫ് ജസ്റ്റിസിന്റെ അസുഖം കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അസൗകര്യം കാരണം ആ കേസ് ഒന്നും പരിഗണിച്ചിരുന്നില്ല. ആ സമയത്തായിരുന്നു ഇങ്ങനെ കൽപ്പനാദാസ് ചന്ദ്രചൂഡിനും ഈ നോർത്ത് ബംഗാൾ ലോബിയും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ചുള്ള ഈ സമൂഹ മാധ്യമ വാട്സപ്പ് സന്ദേശം പ്രചരിച്ചിരുന്നത്. ഏതായാലും ഇന്ന് സുപ്രീം കോടതി ആ കേസ് പരിഗണിക്കാനിരിക്കെയാണ് ബംഗാൾ പോലീസ് കടുത്ത മുന്നറിയിപ്പുമായി ഈ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഏതായാലും ഇന്ന് സ്വാഭാവികമായും ഈ വിഷയം ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ ഉന്നയിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ബംഗാൾ പോലീസ് കൽപ്പനാദാസ് ചന്ദ്രചൂഡിനെതിരായ ഈ വ്യാജ പ്രചാരണത്തിനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്.